നിക്കാഹിന്റെ നിയ്യത്താലും നടന്നിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മളൊക്കെ ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് ഒരുമിച്ച് കൂടിയത്. ഒരുപക്ഷെ ഈ ജുമുഅ നിസ്കരിക്കുന്നവരിൽ ആരുടെയൊക്കെയോ ജീവിതത്തിലെ തന്നെ അവസാന വെള്ളിയാഴ്ച ഇതായിരിക്കാം. ഇനി ഒരു റമദാൻ നമ്മുടെ മുന്നിലുണ്ടാകുമോ എന്ന് നമുക്കാർക്കും അറിയില്ല. അല്ലാഹു തആല നമ്മൾ ചെയ്ത സർവ്വ അമലുകളും സ്വാലിഹീങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന വിധം അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. വന്നുപോയ വീഴ്ചകളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. റമദാൻ വരുന്ന സമയത്ത് നമ്മളൊക്കെ റമദാനിനെ സ്വാഗതം ചെയ്തവരാണ്. പിന്നെ നമ്മൾ കാണുന്നത് വളരെ വേഗത്തിൽ പോകുന്ന ഒരു റമദാനിനെയാണ്. ഒന്നാമത്തെ 10 കഴിഞ്ഞതും രണ്ടാമത്തെ 10 കഴിഞ്ഞതും 27-ാം രാവ് വരെ ഇന്നലെ അവസാനിച്ചതുമൊക്കെ വളരെ വേഗത്തിലാണ്. ഇനി നമുക്ക് റമദാനിനോട് വിട പറയാനുള്ള സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷേ ഇനിയുള്ള സമയങ്ങൾ ഈ റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളാണ്. നാളെ റമദാനിന്റെ 29-ാമത്തെ രാവാണ്. മഹാനായ ഇമാം അബൂ ഹമീദ് അൽ-ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫബിൽ-ലഹാദി വൽ-അർബിഅ അത്താസിഅ ലൈലത്തുൽ ഖദ്ർ റമദാൻ ഞായറാഴ്ച തുടങ്ങിയാൽ 29-ാം രാവിലായിരിക്കും കൂടുതൽ സംഭവിക്കുക എന്നാണ്. ഒരുപാട് സ്വാലിഹീങ്ങൾ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഞായറാഴ്ച നോമ്പ് തുടങ്ങിയാൽ ലൈലത്തുൽ ഖദ്റിന്റെ ഏറ്റവും വലിയ സാധ്യതയുള്ള രാവ് 29-ാം രാവാണ്. ആ രാവ് നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് റമദാനിന്റെ അവസാനത്തെ രാവാണ്. റമദാനിൽ മൊത്തം അല്ലാഹു മനുഷ്യർക്ക് നൽകിയ റഹ്മത്തും മൊത്തം അല്ലാഹു മനുഷ്യർക്ക് നൽകിയ മഗ്ഫിറത്തിനേക്കാളും ഏറെ റമദാൻ 1 മുതൽ 29 വരെ എത്ര ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകിയെങ്കിലും അത്രയും ജനങ്ങൾക്ക് വീണ്ടും മഗ്ഫിറത്ത് ലഭിക്കുന്ന ദിവസമാണ് അവസാനത്തെ രാവ്. അതുകൊണ്ട് ഇനിയുള്ള സമയം നമുക്ക് നഷ്ടപ്പെടരുത്. നമ്മളൊക്കെ റമദാൻ വന്ന ശേഷം പലരും ചികിത്സിച്ചിട്ടുണ്ടാവുക മനുഷ്യന്റെ ഇബാദത്തിനെയാണ്. റമദാനിൽ ഏറ്റവും അധികം മനുഷ്യൻ ചികിത്സിക്കേണ്ടിയിരുന്നത് മനുഷ്യന്റെ ഖൽബിനെയാണ്. ഒരു മരത്തിന്റെ ചില്ലകൾ പോലെയാണ് അമലുകൾ. അതിന്റെ അടിവേര് പോലെയാണ് മനുഷ്യന്റെ ഖൽബ്. അടിവേര് ഉണങ്ങിയാൽ പിന്നെ ചില്ലയിൽ എത്ര നേരം പച്ചപ്പുണ്ടാകുമെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന സത്യമാണ്. നമ്മളിങ്ങനെ ഒരു മരത്തിന്റെ കുറച്ച് ഇലകൾ വെട്ടിക്കൊണ്ടുവന്നാൽ അതിലിങ്ങനെ കുറച്ച് വെള്ളമൊക്കെ നനച്ചു കൊടുത്താൽ ഏത് വെയിലത്തും കുറഞ്ഞ നേരമൊക്കെ അതിന്റെ പച്ചപ്പ് കാണാം. ഇതുപോലെ ചില ആളുകൾ റമദാനിൽ കുറെ ഇബാദത്തുകൾ ചെയ്യും, ഇബാദത്തിനെ മാത്രം ശ്രദ്ധിക്കും. അതേസമയം അവരവരെ ഖൽബിനെ കുറിച്ച് ആലോചിക്കുകയേ ഇല്ല. അങ്ങനെയുള്ള ആളുകൾ റമദാൻ കഴിഞ്ഞ് കുറഞ്ഞ ദിവസം കഴിയുമ്പോൾ ഈ റമദാൻ എന്ന ബോധ്യത്തിൽ നിന്ന് അവർ തിരിച്ചു പോകും. അവരെ തഹജ്ജുദ് നഷ്ടപ്പെടും, അവര് ഖുർആൻ ഓതിയത് അവസാനിക്കും, അവർ സുന്നത്തായ അമലുകൾ നിർവഹിക്കുന്നത് അവസാനിക്കും. ജമാഅത്തിന് പള്ളിയിൽ പോയിരുന്ന പതിവ് അവരുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകും. മഹാനായ ബിശ്റുൽ ഹഫി റളിയല്ലാഹു തആല അൻഹുവിനോട് ചില ആളുകൾ പറഞ്ഞു, ഇന്ന ഖൗമൻ യതഅബ്ബദൂന അല്ലാഹ വയജ്തഹിദൂന ഫീ റമദാൻ. ചില ആളുകൾ റമദാൻ ആകുമ്പോൾ ഭയങ്കര ഇബാദത്തും ദീനിയായ കാര്യത്തിൽ ഭയങ്കര ബോധവും ആയിരിക്കുമല്ലോ. റമദാൻ കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് മാറി നിൽക്കുന്നതും കാണാം. ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ബിശ്റുൽ ഹഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഇസൽ ഖൗമ ഖൗമൻ ലാ യഅരിഫൂന ലില്ലാഹി ഹഖൻ ഇല്ലാ ഫീ ശഹ്രി റമദാൻ. റമദാനിൽ മാത്രം പടച്ചവനെ ഓർക്കുകയും അത് കഴിഞ്ഞാൽ ആ വിഷയം പെടുകയും ചെയ്യുന്നത് അതൊരു നല്ലതല്ലാത്ത രീതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഖൽബിനെ ചികിത്സിക്കണം. 3 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ഖൽബിന് രോഗമുണ്ടെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ എത്ര പതിവായാലും അത് പെട്ടെന്ന് നീങ്ങിപ്പോകും. ഖൽബിന്റെ രോഗം മനുഷ്യരോടുള്ള അസൂയയാണ്, മറ്റുള്ളവരോടുള്ള പിണക്കമാണ്, മറ്റുള്ളവരോടുള്ള വിദ്വേഷമാണ്. ഹൃദയത്തിൽ ഏതെങ്കിലും രോഗം മനുഷ്യന്റെ ഖൽബിൽ അവശേഷിക്കുന്നുവെങ്കിൽ
പ്രത്യേകിച്ചും ഒരാൾ ഏതെങ്കിലും മുഅ്മിനീങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത ചിന്തകൾ സുഖവത്ത് ഖുർആൻ പറഞ്ഞല്ലോ, ഒരിക്കലും മറ്റൊരാളെ കുറിച്ച് നല്ലതല്ലാത്ത ആലോചനയുണ്ടാകരുത്. ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത് നമ്മൾ കേട്ടു, അതല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്നത് നമ്മൾ കണ്ടു, എന്നാൽ അതിനെ നല്ല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അങ്ങനെ വ്യാഖ്യാനിക്കണം. ഒരിക്കലും ഇന്ന ബഅദുല്ലാഹി ഇസ്മത്ത് എന്ന് ഖുർആൻ പറഞ്ഞ പോലെ നമ്മൾ സങ്കല്പിച്ചതെല്ലാം മറ്റുള്ളവരുടെ വിഷയത്തിൽ ശരിയാവണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ചിലർ നല്ലതല്ല എന്ന് തോന്നും, പക്ഷെ അവർ ഒരുപക്ഷെ നമ്മുടെ മുമ്പേ സ്വർഗത്തിൽ പോയേക്കും. നമുക്ക് ചിലരെ കുറിച്ച് മോശമായ ചില ധാരണകൾ ഉണ്ടാകും, എന്നാൽ അവർ നമ്മൾ അറിയാത്ത ചില സൽക്കർമ്മങ്ങൾ സ്വകാര്യമായി ചെയ്ത് നമ്മുടെ മുമ്പേ പരലോകത്ത് വിജയിക്കുന്നവനാകാം. ഞാനാണ് നല്ല മനുഷ്യൻ എന്ന ആലോചന ഒരാളിലും വേണ്ട. നമ്മളിൽ എല്ലാവരിലും പോരായ്മകളുണ്ട്, നമ്മളിൽ എല്ലാവരിലും കുറവുകളുണ്ട്. ഹൃദയത്തിൽ ഒരു മുഖ്യനായ മനുഷ്യനോട് വെറുപ്പോ ദേഷ്യമോ പിണക്കമോ മറ്റുള്ളവരെ കുറിച്ച് മോശമായ ആലോചനകളോ ഇല്ലാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. റമദാൻ ഇങ്ങനെ അവസാനിക്കാനിരിക്കുകയാണ്. അശ്രദ്ധകൾ ഒരുപക്ഷെ പലരെയും പിടിപെട്ടേക്കും. ചില ആളുകളുടെയൊക്കെ റമദാൻ ശരിയായില്ല എന്നവർ റമദാൻ കഴിയുമ്പോൾ തന്നെ അവരെ കാണുമ്പോൾ ബോധ്യമാകും. ആ രൂപത്തിലായിരിക്കും വേഷവിധാനങ്ങൾ ഉണ്ടാവുക. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ സഹോദരിമാരുണ്ടാകും, പെൺമക്കളുണ്ടാകും. സ്വാഭാവികമായും ആളുകളുടെ ഇഷ്ടം, പ്രത്യേകിച്ചും പുതിയ ജനറേഷനിലുള്ള പെൺകുട്ടികളുടെയൊക്കെ ഇഷ്ടം തലമറക്കാതെ അല്ലെങ്കിൽ ഹാഫ് മറച്ചുകൊണ്ട് നടക്കുന്ന വേഷവിധാനമാകും. 30 ദിവസത്തെ റമദാനിനെ ഒരു ദിവസം കൊണ്ട് വലിച്ചെറിയുന്ന ആളുകളായിരിക്കും അവർ. 30 ദിവസം അവർ നോമ്പെടുത്തു, 30 ദിവസം അവർ ഖുർആൻ ഓതി. ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ കൽബിൽ ഈ റമദാനിന്റെ ദീന് കയറിയിട്ടേ ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന വിധം പെരുന്നാളിന്റെ അന്ന് തലമറക്കാതെ അതല്ലെങ്കിൽ ഹാഫ് മറച്ചുകൊണ്ട് നടക്കുന്ന സാഹചര്യം ഉണ്ടാകും. നിങ്ങളെ വീട്ടിലുള്ള ഭാര്യമാരെ, നിങ്ങളെ വീട്ടിലുള്ള പെൺമക്കളുടെ ആഖിറത്തിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ വേണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരു മാസം ഞാൻ ചെയ്തതൊന്നും പഠിത്തം കബൂലാക്കിയിട്ടില്ല എന്ന് നാട്ടുകാരെ കൂടി ബോധ്യപ്പെടുത്തുന്ന വിധത്തില ചില വേഷവിധാനങ്ങൾ ഉണ്ടാവുക. പുരുഷന്മാരും ആ കാര്യം ശ്രദ്ധിക്കണം. ഇനിങ്ങനെ 2-3 ദിവസം ബാർബർ ഷോപ്പ് നല്ല തിരക്കാവും. എല്ലാവരും അവസാനത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ടാകും. അവിടെയൊന്ന് കയറി ഇറങ്ങുക. ഈ റമദാനിലൊക്കെ അള്ളാഹനെ സൂക്ഷിച്ചു നടന്ന പലരും പെരുന്നാളിന്റെ 2 ദിവസം കൊണ്ട് ഇബ്ലീസ് ലീവ് കഴിഞ്ഞ് വരുമ്പോ ഒരുമിച്ചതങ്ങ് ബാത്തിലാക്കി കഴിയും. ചില ആളുകളുടെ മുടിവെട്ടുന്നതിൽ ആരും ശ്രദ്ധിക്കൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹി ചെയ്തുകൊണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയമാണ് ക്രോപ്പ് ചെയ്തുകൊണ്ട് മുടിവെട്ടുക എന്നുള്ളത്. ചില ആളുകൾ ചെറിയ മക്കളെ പോലും അവനവന്റെ 2 വയസ്സുള്ള കുട്ടിയെ കൊണ്ട് പോലും അങ്ങനെ ചെയ്യിപ്പിക്കും. നമ്മളിങ്ങനെ നടക്കുന്ന എല്ലാ സെക്കൻഡിലും റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത വേഷത്തോടെ നടക്കേണ്ട സാഹചര്യം ഉണ്ടാവുമല്ലോ. ആ അവസ്ഥ വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വളർന്നു വരുന്ന മക്കളുടെ വിഷയത്തിലും ആ കാര്യം ഗൗരവത്തോടെ ഓർക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. രക്ഷിതാക്കളാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ചെറിയ കുട്ടിയല്ലേ എന്ന് നമ്മൾ പറയാം, പക്ഷെ ആ കുട്ടി പിന്നെ ആ ശീലത്തിൽ നിന്ന് തിരിച്ചു വരാൻ വലിയ പ്രയാസമാകും. പ്രത്യേകിച്ചും 5 വയസ്സ് വരെ രക്ഷിതാക്കൾ എന്ത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുവോ അതൊക്കെ ഒരു കുട്ടിയുടെ അൺകോൺഷ്യസ് മൈൻഡിൽ വളർന്നു വരുന്ന ചിന്തകളായി മാറും. അത് പിന്നെ ഒരു പക്ഷേ മദ്രസയിലെ ഉസ്താദ് 10ാം ക്ലാസ് വരെ ബ്ലോക്ക് ചെയ്താൽ അത് മാറി നിൽക്കുമായിരിക്കും. എന്നാലും പിന്നീട് അത് തിരിച്ചു വരും. കാരണം അൺകോൺഷ്യസ് മൈൻഡിൽ കയറിയത് പെട്ടെന്ന് കൽബിൽ നിന്ന് ഡിലീറ്റ് ആയി പോകൂല. കുറച്ചു കാലത്ത് മദ്രസയിലെ ഉസ്താദിന് വേണ്ടി മുടിയൊക്കെ ശ്രദ്ധിക്കുമായിരിക്കും. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും ഈ കാര്യം ശ്രദ്ധിക്കണം. ഭാര്യമാരുടെ പെൺകുട്ടികളുടെ വിഷയത്തിൽ അവരെ വേഷവിധാനം ശ്രദ്ധിക്കാൻ ഓർമ്മപ്പെടുത്തണം. ഒരു മാസത്തെ റമദാനിനെ ഒരു ദിവസം പെട്ടെന്ന് വലിച്ചെറിയരുത്. ഇബ്ലീസ് ലീവ് കഴിഞ്ഞ് വരുന്ന പെരുന്നാളിന്റെ മാസം കാണുമ്പോഴാണ് പല ആളുകളുടെയും ഹൃദയ യാത്ര ഇബ്ലീസിന്റെ കൂടെ ആരംഭിക്കലും വന്നു തന്നെയാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ പോലെ നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിൽ 100% പ്രവേശിക്കണം. 99% ആകരുത്. ദീനൊരു കാര്യം അരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദുനിയാവിലും ആഖിറത്തിലും നഷ്ടമുള്ള കാര്യമാകും. ദീനൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദുനിയാവിലും ആഖിറത്തിലും ലാഭമുള്ള വിഷയമാകും. അതുകൊണ്ട് ഹൃദയത്തെ ഈമാനിലേക്ക് പാകപ്പെടുത്താനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകം നാം സൂക്ഷിക്കേണ്ടത്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെതിരെ ആര് പറഞ്ഞാലും, കൂട്ടുകാര് പറഞ്ഞാലും നാട്ടുകാര് പറഞ്ഞാലും, കസിൻസിന്റെ ഇഷ്ടം അതിന്റെ ഓപ്പോസിറ്റ് ആയാലും, അതല്ലെങ്കിൽ ഏറ്റവും നല്ല ഫ്രണ്ട്സിന്റെ ഇഷ്ടം അതിന്റെ ഓപ്പോസിറ്റ് ആയാലും, നമുക്ക് വലുത് അല്ലാഹു റസൂലുമാകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യുമിനു അഹദുകും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. ഒരു മനുഷ്യന്റെ സ്വകാര്യ ഇഷ്ടം സുന്നത്തുകളോട് യോജിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴേ ഈമാനിന് പൂർണ്ണതയുള്ളൂ. നമ്മുടെ സ്വകാര്യമായ താല്പര്യങ്ങൾ, നമ്മുടെ ദേഹേച്ഛകൾ, അവനവന്റെ ഇഷ്ടങ്ങൾ അത് സുന്നത്തിനോട് യോജിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. അഥവാ നമുക്ക് ഇഷ്ടമായത് റസൂലുള്ളാഹിക്കും ഇഷ്ടമാണോ എന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് ഇഷ്ടമായത് എന്റെ റബ്ബിന് പൊരുത്തമാണോ എന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് ഇഷ്ടമായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് അഥവാ ഇസ്രായേൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കാൻ വന്നാൽ നമ്മൾ സ്വസ്ഥരായിരിക്കുമോ അതോ അസ്വസ്ഥരായിരിക്കുമോ എന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നന്മയോടൊപ്പം സഞ്ചരിക്കുന്ന, ഹൃദയത്തെ പാകപ്പെടുത്തുന്ന രാവും പകലുമാകണം ഇനിയുണ്ടാകേണ്ടത്. ഒരു ജമാഅത്ത് പോലും ഈ അവസാന ദിവസങ്ങളിൽ ഒരാൾക്കും നഷ്ടപ്പെടരുത്. തറാവീഹ് നഷ്ടപ്പെടരുത്, സുന്നത്തായ നിസ്കാരങ്ങൾ നഷ്ടപ്പെടരുത്. അതോടൊപ്പം നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റം വന്നില്ലെങ്കിൽ ഇനിയെങ്കിലും മാറ്റം വരാൻ ശ്രദ്ധിക്കണം. ഒരു കളവ് പോലും ജീവിതത്തിൽ പറയാതെ ശ്രദ്ധിക്കണം. ഒരാൾ ഗീബത്ത് പറയണ്ട എന്നും കേൾക്കണ്ട എന്നും തീരുമാനിക്കാൻ കഴിയണം. പല സമയത്തും നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഓർമ്മപ്പെടുത്തിയ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട്. മൻ മാത വഹുവ തായിബുൻ മിനൽ ഗൈബ ഫഹുവ ആഖിറു മൻ യദ്ഖുലുൽ ജന്ന. ഗീബത്ത് പറഞ്ഞവൻ തൗബ ചെയ്താൽ പോലും, ഗീബത്ത് പറയല് മാത്രമല്ല, അത് കേൾക്കുന്നത് പോലെയാണ്. ഗീബത്ത് പറയലും ഗീബത്ത് കേൾക്കലും ഒരുപോലെയാണ്. ഒരാൾ ഗീബത്ത് പറഞ്ഞ് നടന്നു, അയാൾ തൗബ ചെയ്തു എന്നാൽ പോലും സ്വർഗ്ഗത്തിൽ പോകൽ ഏറ്റവും അവസാനമാണ് എന്ന് അല്ലാഹു തആല സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് ഓർമ്മപ്പെടുത്തിയിരിക്കണം. ആ കാര്യമെല്ലാം അവരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന തലമുറയിലെ ചെറുപ്പക്കാരൊക്കെ പ്രത്യേകം ഓർക്കണം. ഒരുപാട് തിന്മകളുടെ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ടാകും. ഒരുപാട് തിന്മകളുടെ സാധ്യതകൾ, ലഹരികളൊക്കെ വ്യാപകമാക്കുന്ന കാലമാണ്. റമദാനിലൊക്കെ അതിനൊരു ചെറിയ കുറെയൊക്കെ ആളുകൾ സൂക്ഷിക്കുമെങ്കിലും പെരുന്നാളാകുമ്പോ അതൊക്കെ ശീലിച്ച ആളുകളുടെ സൂക്ഷ്മത അങ്ങ് നഷ്ടപ്പെട്ടു പോകും. കാരണം ഇംഗ്ലീഷ് ലീവിന് പോയത് മുമ്പിൽ തിരിച്ചു വരുമ്പോ പഴയ കസ്റ്റമേഴ്സിനെയൊക്കെ തിരിച്ചു കിട്ടാനുള്ള പണി തുടങ്ങും. അപ്പൊ ആ മഴവെള്ളം പാച്ചിലൊക്കെ ലോക്കായി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖുൽ ഖബായിസ് മിഫ്താഹു കുല്ലി ശർറി എന്നൊക്കെ പറഞ്ഞത്, എല്ലാ തിന്മയുടെയും ഡോർ എന്ന് പറഞ്ഞത് ലഹരിയെ കുറിച്ചാണ്. ഒരിക്കലും ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും അത് ഉപയോഗിച്ചു പോകരുത്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ച നടക്കുമ്പോ സ്വഹാബത്ത് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. ഈ സ്ഥലം പള്ളിക്ക് ഫിറ്റാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റില്ല. ആ സ്ഥലത്ത് പണ്ടൊരിക്കൽ ഒരാൾ മദ്യം ഉപയോഗിക്കുമ്പോൾ ഒരൽപ്പം അതിൽ നിന്ന് ഉറ്റിപ്പോയ സ്ഥലമാണ്. ആ സ്ഥലം അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ഭൂമിയാകരുത് എന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. ലഹരിയുടെ ഒരംശം ഉള്ളിൽ കയറിയാൽ അത് ശരീരത്തിൽ നിന്ന് അതിന്റെ എല്ലാ പ്രോസസ്സുകളും നീങ്ങിപ്പോകാൻ മിനിമം 40 ദിവസം എടുക്കും. അങ്ങനെയാണല്ലോ ശരീരത്തിന്റെ നാച്ചുറലി മനുഷ്യന്റെ ഫിസിയോളജി അങ്ങനെയാണ്, മനുഷ്യന്റെ അനാട്ടമി എങ്ങനെയാണ്. 40 ദിവസം കഴിയും അതിന്റെ അടയാളങ്ങൾ നീങ്ങിപ്പോകാൻ. അതുകൊണ്ട് ആ 40 ദിവസത്തെ ഇബാദത്തിന് പോലും സ്വീകാര്യതയില്ല എന്ന്, ദുആക്ക് പോലും ഇജാബത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. ഒരു അംശം പോലും ലഹരി ജീവിതത്തിലേക്ക് വരരുത്. അതൊരു ഘട്ടത്തിലും നമ്മുടെ ലഹരി ഈമാനാവണം, നമ്മുടെ ലഹരി ദീനായിരിക്കണം. നമ്മുടെ ലഹരി പഠനത്തിലും നല്ല ജീവിതത്തിലും നല്ല ആഖിറത്തിലും നല്ല ഖബറിനും വേണ്ടിയുള്ള പ്രയത്നമാവണം. അതല്ലാതെ ആരോ കൊണ്ടുവരുന്ന രാസലഹരികളുടെ പിന്നാലെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന തലമുറ ആരൊക്കെ പറഞ്ഞാലും, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ എന്ന് പറഞ്ഞാലും അത്തരം കൂട്ടുകാരോട് ഹൃദയബന്ധം പോലും സൂക്ഷിക്കാതെ അവരെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള മനസ്സും മനോഭാവവും രൂപപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതല്ലെങ്കിൽ അവരെ 100% തിരുത്താൻ നമുക്ക് കഴിയണം. നമ്മൾ തിരുത്തിയാൽ തിരുത്താൻ സാധ്യതയില്ലാത്തവരാണെങ്കിൽ, പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അവരിൽ നിന്ന് വിട്ടുപോരാനും നമ്മുടെ ഹൃദയത്തെ അത്തരം ലഹരിയോട് ബന്ധമുള്ളവരിൽ നിന്ന് അകറ്റി നിർത്താനും നമുക്ക് കഴിയണം.
ഇന്ന് ലോകത്തിങ്ങനെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് അതൊരു നിസ്സാര സംഭവമായി മാറുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യന്റെ തലച്ചോറിൽ അല്ലാഹു തആല വെച്ച ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ബ്രെയിൻ സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട എഞ്ചിനുണ്ട്. ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ബയോളജിയിൽ മാർക്ക് കിട്ടാൻ വേണ്ടി ഹൈപ്പോതലാമസിന്റെ ചിത്രം വരച്ചിട്ടുണ്ടാകും. ഹൈപ്പോതലാമസിന് അപകടം സംഭവിക്കുന്ന 3 തിന്മകൾ ഇന്ന് വ്യാപകമാണ്. അതിലൊന്നാമത്തത് ലഹരിയാണ്. രണ്ടാമത്തത് മോശമായ വീഡിയോ കാണലാണ്. മോശമായ വീഡിയോ കാണുന്ന ആളുകളുടെ ബ്രെയിൻ സിസ്റ്റം ഡിസോർഡർ ആയിരിക്കും. ജർമ്മനിയിലെ ന്യൂറോളജിസ്റ്റുകളായ 100 പ്രഗത്ഭരായ ന്യൂറോളജിസ്റ്റുകൾ, ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രഗത്ഭരായ 100 ന്യൂറോളജിസ്റ്റുകൾ മോശമായ വീഡിയോ കാണുന്ന ആളുകളുടെ തലച്ചോറും അത് കാണാത്ത 100 ആളുകളുടെ തലച്ചോറും പഠന വിധേയമാക്കി. ഇന്നും നിങ്ങൾ പോണോഗ്രഫി അഡിക്ഷനെ കുറിച്ചുള്ള ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ പഠന റിപ്പോർട്ട് ഗൂഗിൾ ചെയ്താൽ ഏകദേശം ഒരു 36 പേജുള്ള പഠന റിപ്പോർട്ട് കിട്ടും. ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ലളിതമായി അത് ഉൾക്കൊള്ളാൻ കഴിയും. അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് മോശമായ വീഡിയോ കാണുന്നവന്റെ തലച്ചോറും അതുപോലെ ലഹരി ഉപയോഗിക്കുന്നവന്റെ തലച്ചോറും ഒരുപോലെ മാത്രമേ പ്രവർത്തിക്കൂ എന്നാണ്. അഥവാ മനുഷ്യന്റെ തലച്ചോറിൽ ഓർമ്മശക്തിയെ സഹായിക്കുന്ന ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗം പൂർണ്ണമായി തകരും. ഇത് തന്നെയാണ് വളരെ ക്രൂരൽ മനോഭാവമുള്ള അക്രമ മനോഭാവമുള്ള ഗെയിം കളിക്കുന്ന കുട്ടികളിലും സംഭവിക്കുന്നത്. ചില ഗെയിമുകൾ ഫൈറ്റിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ചില ഗെയിമുകൾ ഗണ്ണ് ചെയ്ത് വെടിവെച്ച് കൊന്നാൽ പോയിന്റ് കൂടുന്ന ഗെയിമുകളാണ്. ചില ഗെയിമുകൾ മനുഷ്യ ശരീരത്തിലൂടെ വാഹനം കയറ്റിപ്പോയാൽ വിജയിക്കുന്ന ഗെയിമുകളാണ്. ഇങ്ങനെയുള്ള അപകടമുള്ള മനുഷ്യന്റെ മൈൻഡ് സിസ്റ്റത്തെ, ബ്രെയിൻ സിസ്റ്റത്തെ, തലച്ചോറിന് ഇതിന്റെ സിസ്റ്റത്തിൽ നിന്ന് തകരാറ് വരുത്തുന്ന ഡിസോർഡർ ആക്കുന്ന ഗെയിമുകളിൽ പെട്ടുപോകുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. ഇന്നൊക്കെ പല വളരെ അപകടമുള്ള ഗെയിമുകളും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളൊക്കെ മക്കൾ അത്തരം ഗെയിമുകൾ ഈ വെക്കേഷൻ കാലയളവിൽ കളിക്കുന്നുണ്ടോ എന്ന് നോക്കണം. സ്കിഡ് ഗെയിം എന്ന് പറയുന്ന ഒരു സീരീസ് ഇറങ്ങി ഈ ഒരു റമദാനിന്റെ കാലയളവിൽ. സ്കിഡ് ഗെയിം അത് പ്രചോദിപ്പിക്കുന്നത് മനുഷ്യനെ കൊല്ലാനാണ്. നമ്മളിപ്പോ തിരുവനന്തപുരത്ത് ഒരാൾ ലഹരിക്കടിമയായി അവൻ 4-5 ആളുകളെ ഒരുമിച്ച് കൊന്നതേ നമ്മൾ കണ്ടുള്ളൂ. എന്നാൽ വലിയൊരു തലമുറയിൽ അപകടമുണ്ടാകുന്ന വിധത്തിൽ എങ്ങനെ മനുഷ്യനെ കൊന്ന് പോയിന്റ് വർദ്ധിപ്പിക്കാം എന്ന് പഠിപ്പിക്കുന്ന സ്കിഡ് ഗെയിമിന്റെ സീരീസ് ഇപ്പോൾ ഇറങ്ങുകയും 5, 6, 7 ക്ലാസ്സിലെ മക്കളൊക്കെയാണ് അതിന്റെ ഇരകളായി കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഏതെങ്കിലും നമ്മുടെ മക്കൾ കളിക്കുന്ന ഗെയിമിന്റെ അകം എന്താണ് എന്ന് ഗെയിമിലേക്ക് പൊതുവെ പോകാതിരിക്കലാ നല്ലത്. വെക്കേഷൻ കാലയളവാണ്, ഒഴിവുള്ള സമയമാണ്. മക്കളെയൊക്കെ പരമാവധി മണ്ണിൽ കളിച്ചോട്ടെ. വെയിൽ കൊണ്ട ചിലപ്പോ കുറച്ച് കളറ് പോകുമായിരിക്കും, അതല്ലെങ്കിൽ ശരീരത്തിൽ കുറച്ച് മണ്ണൊക്കെ പുരണ്ട് കാലിന് കുറച്ച് മുറിവൊക്കെ സംഭവിക്കുമായിരിക്കും. പക്ഷേ അവരുടെ കൽപ്പിന് അപകടം സംഭവിക്കൂല. അവർ 2 മാസം കഴിഞ്ഞാലും സ്കൂളിൽ പോയാലും മദ്രസയിൽ പോയാലും പഠിക്കാൻ പറ്റുന്നവരാകും, തലച്ചോറ് വർക്ക് ചെയ്യുന്നവരാകും. അതല്ലെങ്കിൽ അവർക്ക് ഗെയിമേ ഉണ്ടാകും, തലച്ചോറുണ്ടാവൂല. സ്വന്തം മക്കൾക്ക് ബുദ്ധി ആവശ്യമില്ല എന്ന് ആഗ്രഹിക്കുന്നവർ, സ്വന്തം മക്കൾക്ക് വലിയ ഓർമ്മശേഷി ആവശ്യമില്ല എന്ന് ആഗ്രഹിക്കുന്നവർ മക്കളെ കയ്യിൽ മൊബൈലൊക്കെ കൊടുത്ത് ഗെയിം കളിക്കാൻ അവസരം കൊടുത്ത് അവരെ AC റൂമിൽ ഇരുത്തി അവരെങ്ങനെ മൊബൈലിനായി സമയം ചെലവഴിച്ചോട്ടെ. നീ അതല്ല, മക്കൾക്ക് ബുദ്ധിശേഷി ആവശ്യമാണ്, മക്കൾക്ക് ഓർമ്മശക്തി ആവശ്യമാണ് എന്ന് ബോധമുള്ള രക്ഷിതാക്കൾ ഒരിക്കലും ഗെയിമിനിരയാകുന്ന അവസ്ഥയിലേക്ക് മക്കളെ എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്ത് സാഹചര്യമുണ്ടെങ്കിലും മൊബൈൽ കയ്യിൽ കൊടുത്തവർ അതിനുവേണ്ടി സമയം ചെലവഴിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷിതാക്കൾ സൂക്ഷിക്കണം. ഈ രക്ഷിതാക്കൾ കൂടി സാക്ഷികളാവാത്ത ഒരു സാധനവും മക്കൾ മൊബൈലിൽ കളിക്കുന്നില്ല എന്ന് കൂടി ഉറപ്പുവരുത്താൻ രക്ഷിതാക്കൾ പ്രത്യേകിച്ചും ഈ വെക്കേഷൻ കാലയളവിൽ ശ്രദ്ധിക്കണം. പലതരം ട്രാപ്പുകളും നമ്മുടെ മക്കളുടെ ചുറ്റുഭാഗത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അത് പുതിയ തലമുറയിൽ ആൽഫ ജനറേഷൻ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇപ്പൊ ഒരു 40-50 വയസ്സായ ഒരാൾക്ക് പല തെറ്റുകളും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നാൽ അതേ തെറ്റ് എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് ഇന്നൊരു 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് അറിയാം. ഒരു 40-50 ആൾക്കറിയാത്ത തിന്മയുടെ സാധ്യതകളെ 5ാം ക്ലാസ്സുകാരൻ അറിയുന്ന കാലമാണ്. നമ്മുടെ നാട്ടിൽ ഏത് കോണ്ടാക്റ്റിലേക്ക് മെസ്സേജ് പോയാലാണ് ലഹരി വീട്ടിലേക്ക് എത്തുക എന്നറിയുന്ന ചെറിയ മക്കൾ പോലുമുണ്ട്. 6ലും 7ലും 8ലൊക്കെ പഠിക്കുന്ന 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾ. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ 60, 70, 80 കൊല്ലം ജീവിച്ച ഒരാൾക്ക് അതറിയണമെന്നില്ല. അതുകൊണ്ട് ഒഴിവുള്ള കാലം വരാൻ പോവാൻ, ഇബ്ലീസും വെക്കേഷൻ കഴിഞ്ഞ് വരാൻ പോവാൻ, മക്കൾക്കും വെക്കേഷനാണ്. പല തിന്മകളുടെ സാധ്യതകളും ഡോറുകളും ഓപ്പൺ ആവും.
രക്ഷിതാക്കൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. എന്നാൽ മക്കളെ വെറുതെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത്. രണ്ടിന്റെയും ഇടയിലായി നിയന്ത്രണം ഉണ്ടാവണം, നിങ്ങളുടെ ശ്രദ്ധയിലാവണം. എന്നാൽ വല്ലാതെ അലോസരപ്പെടുത്താതെ നല്ല രൂപത്തിലുള്ള തെർബിയത്തുകൾ വീടിനകത്ത് നടക്കണം. എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ ഇങ്ങനെ പിരിയുന്ന സമയം പടച്ചോന് പൊരുത്തുള്ളതേ ചെയ്യാവൂ. റമദാനിന്റെ അന്ന് മാസം കാണുന്ന സമയം നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. 4 മുദ്ദരി, മുദ്ദിന്റെ ഒക്കെ പാത്രം ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല. മുദ്ദിന്റെ പാത്രം ഇന്ന് കിട്ടാനുണ്ടല്ലോ. കാരണം അരിയുടെ അളവ് പലതും വ്യത്യാസമാവും. ചിലത് 2600 തൂക്കിയാൽ 4 മുദ്ദ് തൂക്കിയാൽ 2600 ഉണ്ടാവും. ചില അരികൾ വളരെ സോഫ്റ്റ് ആവും, കനണ്ടാവില്ല. അപ്പോ ചിലപ്പോൾ അത് 3 കിലോ വേണ്ടി വരും. മുദ്ദിന്റെ പാത്രം പരമാവധി ലഭ്യമാകുന്നവരത് വാങ്ങി വെച്ചാൽ വളരെ എളുപ്പമായി. 4 മുദ്ദരിയാണ് നമ്മൾ ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത്. അത് നമുക്ക് ആർക്കൊക്കെ ഭക്ഷണം നൽകൽ, ആരുടെയൊക്കെ ചെലവ് നോക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവരുടെ വിഷയത്തിലൊക്കെ കൊടുക്കണം. അതിലൊരു വീഴ്ചയും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പെരുന്നാൾ നിസ്കാരത്തിന് വരുന്നതിന്റെ മുമ്പേ കൊടുത്തൊക്കെ തീർക്കല ഏറ്റവും നല്ലത്. അതിന് ശേഷത്തിലേക്ക് പിന്തിക്കാതിരിക്കലുമാണ് നല്ലത്. ഈ കാര്യം എല്ലാവരും സൂക്ഷിക്കണം. അതൊരു റമദാനിന്റെ പൂർണ്ണതയാണ്. കുറച്ചോ നമ്മളെ കുറവൊക്കെ പരിഹരിക്കാൻ അള്ളാഹു ഓരോ മാർഗം കണ്ടെത്തി വെക്കുക. അതങ്ങനെയാണല്ലോ. ഫർദ് നിസ്കരിച്ചാൽ പിന്നെ ഒരു സുന്നത്ത് നിസ്കാരത്തിന് പോരായ്മ ഉണ്ടാവുന്ന പഠിച്ചോടല്ലേ. അപ്പൊ അത് പരിഹരിച്ചിട്ട് സ്വീകരിക്കാം. അത് അള്ളാഹുവിന്റെ ഒരു സിസ്റ്റമാണ്. റമദാനിൽ കുറെ പോരായ്മ ഉണ്ടാവുമെന്ന് അറിയാം. നമ്മളെ പോരായ്മ ഒന്നും പരിഹരിക്കാൻ ശരിക്ക് 3 കിലോ അധികമൊന്നും പോരാ. അതിന് മാത്രം പോരായ്മ റമദാനിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും അല്ലാഹു തആല യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നമ്മളെ പ്രയാസപ്പെടുത്തൽ പടച്ചവന് താല്പര്യമല്ല. അല്ലാഹുവിന് എപ്പോഴും നമ്മോട് ഇഷ്ടമാണ്. നമ്മെ സ്വർഗ്ഗത്തിലേക്ക് വിളിക്കുന്നവനാ, നമ്മെ വിജയത്തിലേക്ക് വിളിക്കുന്നവനാ, നമ്മുടെ പരലോകം രക്ഷപ്പെടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവനാ. നമ്മുടെ ദോഷം പുറത്തു തരാൻ വേണ്ടി നമ്മെ ക്ഷണിക്കുന്നവനാ. അതുകൊണ്ട് പടച്ചോനിൽ ലളിതമായ മാർഗം വെച്ചിട്ട് റമദാനിനെ ഒന്ന് പൂർത്തീകരിക്കാനുള്ള വഴി വെച്ചു തന്നതാണ്. അതിലാരും വീഴ്ച വരുത്തരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. റമദാനിലെ വേഷവിധാനങ്ങൾ സൂക്ഷിക്കണം. റമദാനിന്റെ പകലുകൾ ഹലാലായ സന്തോഷങ്ങൾക്കുള്ളതാണ്. അള്ളാഹു നിശ്ചയിച്ച പരിധികളുണ്ട്, അള്ളാഹു അനുവദിച്ച പരിധിയുമുണ്ട്. രണ്ടും ലംഘിക്കേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. റമദാനിനെ അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രത്യേകം ഓർക്കണേ, 29-ാം രാവ് ലൈലത്തുൽ ഖദ്റിന്റെ ഏറ്റവും വലിയ സാധ്യതയുള്ള രാവാണ്. റമദാനിന്റെ അവസാനത്തെ രാവ്. റമദാനിൽ മൊത്തം അല്ലാഹു എത്ര ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകിയാലും അത്ര തന്നെ വീണ്ടും മഗ്ഫിറത്ത് ലഭിക്കുന്ന ദിവസമാണ് അവസാനത്തെ രാവ്. രണ്ടും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ജമാഅത്തുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. സുന്നത്തുകൾ ഒഴിവാക്കാതെ സൂക്ഷിക്കണം. ഹറാമായ ആലോചനകൾ കൽബിലുണ്ടെങ്കിൽ, എന്ത് തെറ്റ് കൽബിലുണ്ടെങ്കിലും എല്ലാവരും ജ്യേഷ്ഠ സഹോദരന്മാരൊക്കെ ഓർക്കണേ. എന്ത് തെറ്റുകൾ ജീവിതത്തിലുണ്ടെങ്കിലും അതൊക്കെ പൂർണ്ണമായി നിർത്തണം. ഇനി അതിലേക്കില്ല എന്ന് ഉറച്ച് തീരുമാനിച്ച അല്ലാഹുവോട് തൗബ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. ഈ റമദാനിൽ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരുടെ റമദാനിനെ നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളുടെ സയ്യിആത്തുകളൊക്കെ അഫ്വാക്കണേ അല്ലാഹ്. ഹസനാത്തുകളൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. തഖ്വയുള്ളവരിലേക്ക് ഞങ്ങളെ ചേർക്കണേ റബ്ബേ. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്ന ഖുർആൻ പറഞ്ഞ ആ മുത്തഖീങ്ങളിൽ പടച്ചവനെ ഞങ്ങൾക്ക് വിടം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഖൽബുകളെ നന്നാക്കി തരണം റഹ്മാനേ. ഹസദില്ലാത്ത, റിയാഇല്ലാത്ത, ഉജ്ബില്ലാത്ത, കിബ്റില്ലാത്ത ഖൽബ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഒരു നബീബത്തോ ഗീബത്തോ അല്ലാഹു കദിബോ ജീവിതത്തിൽ പറയാത്ത നാവ് നൽകണേ റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ കണ്ണുകളെ നന്നാക്കി തരണേ റബ്ബേ. ഖൽബുകളെ നന്നാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, മരണം വരെ നിന്റെ ത്വാഅത്തിലായി ദീനി ഖിദ്മത്തിലായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ പള്ളിയെ ഇതുവരെ സഹായിച്ച, ഇതിനു വേണ്ടി പ്രയത്നിച്ച, പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹുവേ നീ രണ്ട് ലോകത്തും റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഇതിന് സ്ഥലം നൽകിയത് മുതൽ, ഇതിന് വെള്ളത്തിന്റെ സൗകര്യം ചെയ്തത് മുതൽ, കാർപ്പറ്റ് നൽകിയവര്, ഫാൻ നൽകിയവര്, ഓരോ കാര്യത്തിനും ഇതിനു വേണ്ടി സഹായിച്ചവരുടെ പടച്ചവനെ നീ അവർക്ക് ഹിസാബില്ലാതെ സ്വർഗ്ഗം നൽകണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണം റഹ്മാനേ. ഈ പള്ളിയിൽ ഇതുവരെ ജുമുഅക്കോ ജമാഅത്തിനോ അതല്ലെങ്കിൽ നിസ്കരിക്കാനോ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും പടച്ചവനെ രണ്ട് ലോകത്തും ഇസ്സത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് അല്ലാഹുവേ നീ ഖൈറിന്റെ മാർഗ്ഗങ്ങളൊക്കെ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. മുത്തനബിയുടെ കൂടെ സ്വർഗ്ഗം തരണേ റബ്ബേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم سيدنا محمد وآله وسلم.